ഗുഡ് ഈവനിങ്. അപ്പം വീണ്ടും അടുത്ത മഴ തുടങ്ങി കേട്ടോ. കോട ഇറങ്ങി പോകുന്നതാണത്, മഞ്ഞിറങ്ങി പോകുന്നുണ്ട്, മഞ്ഞ് വരുന്ന വഴിക്ക് അവിടെ ഒരു മലയാണ്. അപ്പോൾ ആ മലയിൽ നന്നായിട്ട് മഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതേപോലെ അരമണിക്കൂർ തോറും നിന്നു കേട്ടോ മഴ. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ മഴ തുടങ്ങി. അപ്പം ഇപ്പോൾ കാറ്റ് കുറവാണ്, നല്ല മഴയാണ്. പക്ഷേ ഒരാഴ്ചയായി നമുക്ക് മഴ നന്നായിട്ട് തുടങ്ങിയിട്ട്. പിന്നെ മഴ ഭയങ്കര ഒരു രസമല്ലേ, മഴയത്ത് നമുക്കിങ്ങനെ പല ഓർമ്മകളും ഇങ്ങനെ വരും. ശരിക്കും എനിക്ക് മഴക്കാലം ഇഷ്ടമാണ്. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ വരും കേട്ടോ. നല്ല ചായയൊക്കെ കുടിച്ച് വെക്കും. നമുക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ മഴയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ മനസ്സിലുള്ള കുറേ ഭാരമൊക്കെ പോയതുപോലെ നമുക്ക് തോന്നും. അപ്പം ഞാൻ എപ്പോഴും മഴ അങ്ങനെ എൻജോയ് ചെയ്യണ ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയൊക്കെ. പിന്നെ നമ്മൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ നാളിന് ശേഷമാണ് നാട്ടിലെ മഴ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ചെടിയൊക്കെ ഓൾമോസ്റ്റ് ഇതാ മഴവെള്ളം കയറി കുറച്ചൊക്കെ നന്നായിട്ട് കിളിർത്തിട്ടുണ്ട്, ബാക്കി കുറച്ചൊക്കെ പോയി. പിന്നെ ചില ചെടികൾക്കൊക്കെ മഴ പിടിക്കുമെന്ന് തോന്നുന്നു, ചിലത് വെള്ളം ഒരുപാടാവാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചട്ടിയിലൊക്കെ ഉണ്ടല്ലേ, ചില ചട്ടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വെള്ളം കിടക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ക്ലിയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല, ക്ലീൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി. പിന്നെ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ എല്ലാ പ്രാവശ്യവും ഏപ്രിൽ പകുതിയൊക്കെ ആവും, ഒരു മെയ് ഒക്കെ ആകുമ്പോൾ ഇവിടെ മഴ തുടങ്ങണതാണ് കേട്ടോ. ഈ പ്രാവശ്യം മെയ് പകുതി, മെയ് തീരാറാകുമ്പോഴത്തേനാണ് മഴ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മഴ ഈ പ്രാവശ്യം താമസിച്ചായിരുന്നു. പക്ഷേ മഴക്കാലത്തിലാവിടെ നമ്മളിങ്ങനെ ഒരു ഡ്രമ്മിൽ വെള്ളം മുകളിൽ നിന്ന് വീഴണം, നമുക്ക് പുറത്തൊക്കെ പോയിട്ടൊന്ന് കാല് കഴുകാം. മഴവെള്ളമാണെങ്കിൽ നല്ല വെള്ളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെടിക്ക് ഒഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മഴക്കാലത്ത് ഒഴിക്കണ്ട, അങ്ങനെ നമുക്ക് വെള്ളം കളയാണ്ട് നമ്മൾ കുടിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഒരു മടിയാണ് നമുക്ക്. ഈ ചെടിയിൽ ഇത് കുറേ പ്രാവശ്യം വെച്ചിട്ടൊന്നും ഇത് പിടിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ മഴക്കാലത്തൊക്കെ പിടിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും ആരൊക്കെ വളർത്താൻ നോക്കിയാലും നമ്മൾ ദൈവം വളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വളർന്നിരിക്കും കേട്ടോ. പിന്നെ ഇത് ഈ ബോട്ടിലിൽ വെച്ചിരിക്കുന്ന ചെടിയില്ലേ, ഇതിന് നമ്മുടെ 10 മണിച്ചെടിയാണിത്. അത് രാവിലെ ആകുമ്പോൾ നിറച്ചും പൂവിടും കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുകൊണ്ട് രണ്ടാമതൊരു ബോട്ടിലും കൂടി സെറ്റാക്കി. പക്ഷേ അത് വെക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. പിന്നെ മഴ പെയ്തു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ സെറ്റാക്കണം. പിന്നെ നമ്മൾ ഈ മാവിൽ ആദ്യമായിട്ടൊരു മാങ്ങ, നമ്മുടെ മുറ്റത്തൊരു മാവുണ്ട്, അതിൽ ആദ്യമായിട്ടൊരു മാങ്ങ ഉണ്ട്. അപ്പം നമ്മളത് കവർ വെച്ച് കെട്ടിയിരിക്കുകയാണ്. വേറെ ഒന്നും ശരിക്കും നമ്മൾ വേറൊരു നാട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ നാടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയും നമ്മൾ മിസ് ചെയ്ത് എന്താണോ നമുക്ക് മനസ്സിലാവും.